ഹലോ ഡിയർ ഫ്രണ്ട്സ്, പി എസ് സിയുടെ മിക്ക പരീക്ഷകൾക്കും നമ്മൾക്കറിയാം കോമൺ ആയിട്ട് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് മാത്സിന് ചോദിക്കുന്നതായിട്ട്. അത് നമ്മൾക്ക് ഗണിത ചിഹ്നങ്ങൾ, സ്ഥാനനിർണയം, വയസ്സ്, അന്നും ഇന്നും, സമാന ബന്ധങ്ങൾ, പ്രോഗ്രഷൻ, ഇങ്ങനെ തുടങ്ങി ഒട്ടേറെ പദങ്ങളുടെ ക്രമീകരണം തുടങ്ങി ഒട്ടേറെ ടോപ്പിക്കുകളിൽ നിന്നാണ് നമ്മൾക്ക് പി എസ് സി പരീക്ഷകൾക്കും യു പി എസ് സി പരീക്ഷകൾക്കും എല്ലാം ക്വസ്റ്റ്യൻസ് ചോദിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ സ്ഥാനനിർണയവും പദങ്ങളുടെ ക്രമീകരണവും ഗണിതചിഹ്നങ്ങളുമൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് ഞാനിവിടെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് വയസ്സ്, അന്നും ഇന്നും. അത് പല രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. നല്ലതുപോലെ എല്ലാ മോഡലും ഞാനിവിടെ കവർ ചെയ്യുന്നുണ്ട്. ഈ മോഡൽസ് എല്ലാം നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഇതിൽ നിന്ന് വരുന്ന ഏത് ക്വസ്റ്റ്യനും എങ്ങനെ ചോദിച്ചാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ കഴിയും. ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് പരീക്ഷയ്ക്കും KIS മുതലായ പി എസ് സിയുടെ എല്ലാ ഡിഗ്രി ലെവൽ, +2 ലെവൽ, 10th ലെവൽ, ക്ലറിക്കൽ പോസ്റ്റ് എല്ലാ ലെവൽ പരീക്ഷകൾക്കും ഇതിൽ നിന്ന് ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. നല്ല രീതിയിൽ പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടുക. നമ്മൾക്ക് വയസ്സ്, അന്നും ഇന്നും ഇതിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇപ്പോൾ രാമുവിൻ്റെ വയസ്സ് സോമൻ്റെ വയസ്സിൻ്റെ 6 മടങ്ങാണ്. 15 വർഷങ്ങൾക്ക് ശേഷം രാമുവിൻ്റെ വയസ്സ് സോമൻ്റെ വയസ്സിൻ്റെ 3 മടങ്ങാണ്. എങ്കിൽ സോമൻ്റെ വയസ്സെത്ര? നമ്മൾക്ക് കണ്ടുപിടിക്കാനുള്ളത് ഇവിടെ സോമൻ്റെ വയസ്സാണ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് രാമുവിൻ്റെ വയസ്സ് സോമൻ്റെ വയസ്സിൻ്റെ 6 മടങ്ങാണ്. അപ്പോൾ സപ്പോസ് നമ്മൾ സോമൻ്റെ വയസ്സ് 1 എന്നെടുക്കുകയാണെങ്കിൽ രാമുവിൻ്റെ വയസ്സ് എത്രയാണ്? 6 ആയിരിക്കും. 1:6 ആണ് തന്നിട്ടുള്ളത്. 15 വർഷങ്ങൾക്ക് ശേഷം രാമുവിൻ്റെ വയസ്സ് സോമൻ്റെ വയസ്സിൻ്റെ 3 മടങ്ങാണ്. അപ്പോൾ നമ്മൾക്കറിയാം 1:3 ആണ് തന്നിട്ടുള്ളത്. സോമൻ്റെ വയസ്സ് 1 ആണെങ്കിൽ രാമുവിൻ്റെ വയസ്സ് 3 ആണ്, 3 മടങ്ങാണ്. എങ്കിൽ സോമൻ്റെ വയസ്സ് എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു ഫോർമുല നമ്മൾ പഠിച്ചു വച്ചിരുന്നാൽ മാത്രം മതി ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എല്ലാം ആൻസർ ചെയ്യാൻ പറ്റും. ഈ റേഷ്യോ തന്നിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ആൻസർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ സോമൻ്റെ വയസ്സാണ് നമ്മൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. സോമൻ്റെ വയസ്സ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്ന് പറയുന്നത് സോമൻ്റെ വയസ്സ് = സോമൻ്റെ ആദ്യ റേഷ്യോ. സോമൻ്റെ ആദ്യ റേഷ്യോ എത്രയാണ്? 1:6 ആയിരുന്നല്ലോ സോമൻ്റെ ആദ്യ റേഷ്യോ. ഇൻറ്റു വർഷം. വർഷം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 15 വർഷങ്ങൾക്ക് ശേഷം എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 15 ആയിരിക്കും നമ്മൾക്ക് വർഷം. പുതിയ റേഷ്യോയുടെ വ്യത്യാസം. പുതിയ റേഷ്യോ എത്രയായിരുന്നു? 3:1 ആയിരുന്നു. അതിൻ്റെ വ്യത്യാസം എത്രയാണ്? 2 ആണ്. ഡിവൈഡഡ് ബൈ 2 റേഷ്യോകളും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത വ്യത്യാസം. ഇവിടെ 2 റേഷ്യോ ഏതൊക്കെയാണ് തന്നിട്ടുള്ളത്? 6:1 3:1 തന്നിട്ടുണ്ട്. അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6:1 3:1 അങ്ങനെ കിട്ടും. അപ്പോൾ അതിൻ്റെ വ്യത്യാസവും കണ്ടുപിടിക്കണം. അതിൻ്റെ വ്യത്യാസം കൊണ്ട് വേണം ഡിവൈഡ് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾ ഈ ഫോർമുല ഒന്നുകൂടെ കറക്റ്റായി ഓർക്കുക. സോമൻ്റെ ആദ്യ റേഷ്യോ ഇൻറ്റു വർഷം ഇൻറ്റു പുതിയ റേഷ്യോയുടെ വ്യത്യാസം ഹോൾ ഡിവൈഡഡ് ബൈ 2 റേഷ്യോകളും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത വ്യത്യാസം. അപ്പോൾ നമ്മൾക്കിവിടെ ഓരോന്നും എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പോഴത്തെ റേഷ്യോ അറിയാമല്ലോ. സോമൻ്റെ വയസ്സിൻ്റെ 6 മടങ്ങാണ് രാമുവിൻ്റെ വയസ്സ്. 6:1 ആണ്. രാമു 6 ആണ്, സോമൻ 1 ആണ്. 15 വർഷം കഴിഞ്ഞ് തന്നിട്ടുണ്ട്. രാമു 3 ആണ്, സോമൻ 1 ആണ്. 3:1 ആണ്. അപ്പോൾ സോമൻ്റെ വയസ്സ് കണ്ടുപിടിക്കാൻ ഈ ഫോർമുല നമ്മൾ അപ്ലൈ ചെയ്യണം. സോമൻ്റെ ആദ്യ റേഷ്യോ എത്രയാണ്? 6:1 6 രാമുവാണ്, സോമൻ 1 ആണ്. അപ്പോൾ സോമൻ്റെ ആദ്യ റേഷ്യോ എത്രയാണ്? 1 ആണ്. ഇൻറ്റു വർഷം. വർഷം എത്രയാണ്? 15 വർഷത്തെ കണക്കാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ വർഷം 15 ഇൻറ്റു പുതിയ റേഷ്യോയുടെ വ്യത്യാസം. പുതിയ റേഷ്യോ എത്രയായിരുന്നു? 3:1 അല്ലേ? അതിൻ്റെ വ്യത്യാസം എന്ന് പറയുമ്പോൾ 3 - 1 ഹോൾ ഡിവൈഡഡ് ബൈ എന്തായിരുന്നു? 2 റേഷ്യോകളും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത വ്യത്യാസം. 2 റേഷ്യോകളും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 ഇൻറ്റു 3:1 1, പിന്നെ 3 ഇൻറ്റു 6:1 1. അപ്പോൾ 6 × 1 -
3 ഇൻറ്റു 1. അതാണ് രണ്ട് റേഷ്യോകളും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത വ്യത്യാസം എന്ന് പറയുന്നത്. 6 ഇൻറ്റു 1 മൈനസ് 3 ഇൻറ്റു 1. അപ്പോൾ നമ്മൾക്ക് എത്ര കിട്ടും? 1 ഇൻറ്റു 15 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 15 എന്ന് കിട്ടും. 3 മൈനസ് 1 2 എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ 6 ഇൻറ്റു 1 മൈനസ് 3 ഇൻറ്റു 1 നമുക്ക് 3 എന്ന് കിട്ടും. അപ്പോൾ 15 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 3 എന്ന് കിട്ടും. 15 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 3 എത്രയാണ്? 30 ഡിവൈഡഡ് ബൈ 3 ഇസ് ഈക്വൽ ടു 10 എന്ന് കിട്ടും. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മൾക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അജിത്തിൻ്റെയും ഗോപൻ്റെയും ഇപ്പോഴത്തെ വയസ്സിൻ്റെ അനുപാതം 6:1 ആണ്. 15 വർഷം കഴിഞ്ഞ് അവരുടെ വയസ്സിൻ്റെ അനുപാതം 7:2 ആകും. എങ്കിൽ ഗോപൻ്റെ ഇപ്പോഴത്തെ വയസ്സെത്ര? നേരത്തെ തന്ന അതേ ഫോർമുല ഉപയോഗിച്ച് അതേ രീതിയിൽ തന്നെ ഇതും ചെയ്യാൻ പറ്റും. അജിത്തിൻ്റെയും ഗോപൻ്റെയും ഇപ്പോഴത്തെ വയസ്സിൻ്റെ അനുപാതം 6:1 ആണ്. 15 വർഷം കഴിഞ്ഞ്, അപ്പോൾ വർഷം തന്നിട്ടുണ്ട്, 15 വർഷം കഴിഞ്ഞ് അവരുടെ വയസ്സിൻ്റെ അനുപാതം 7:2 ആകും. അപ്പോൾ അതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് 7 - 2 എന്ന് നമുക്ക് വ്യത്യാസമെടുക്കാം. സെക്കൻഡ് അനുപാതത്തിൻ്റെ വ്യത്യാസം എടുക്കേണ്ടി വരും. എങ്കിൽ ഗോപൻ്റെ ഇപ്പോഴത്തെ വയസ്സെത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗോപൻ്റെ ഇപ്പോഴത്തെ വയസ്സ് കണ്ടുപിടിക്കാൻ നമ്മൾക്ക് ഈ ഫോർമുല പ്രകാരം ഗോപൻ്റെ ആദ്യ റേഷ്യോ എത്രയാണ്? 1 ആണ്. ഗോപൻ്റെ ആദ്യ റേഷ്യോ 1 ആണ്. അപ്പോൾ 1 ഇൻറ്റു വർഷം എത്രയാണ്? 15. പിന്നെ അത് കഴിഞ്ഞ് പുതിയ റേഷ്യോകളുടെ വ്യത്യാസം 7:2, അതിൻ്റെ വ്യത്യാസം 7 - 2 ആണ്, 5 എന്ന് കിട്ടും. ദി ഹോൾ ഡിവൈഡഡ് ബൈ രണ്ട് റേഷ്യോകളും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത വ്യത്യാസം. രണ്ട് റേഷ്യോകളും എന്ന് പറഞ്ഞാൽ 6:1 7:2 ആണ്. 6:1 7:2 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 ഇൻറ്റു 2 7 ഇൻറ്റു 1 എന്ന് കിട്ടും. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 6 ഇൻറ്റു 2 മൈനസ് 7 ഇൻറ്റു 1 ആണ്. അപ്പോൾ നമ്മൾക്ക് 1 ഇൻറ്റു 15 ഇൻറ്റു 7 - 2 നമ്മൾക്ക് 5 കിട്ടും. ദി ഹോൾ ഡിവൈഡഡ് ബൈ 6 ഇൻറ്റു 2 മൈനസ് 7 ഇൻറ്റു 1 ആണ്. അപ്പോൾ 12 മൈനസ് 7 5 എന്ന് കിട്ടും. അപ്പോൾ 1 ഇൻറ്റു 15 ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 5 ഇസ് ഈക്വൽ ടു 15 എന്ന് കിട്ടും. ഇപ്പോൾ നമ്മൾക്ക് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യനിലെ ഗോപൻ്റെ ഇപ്പോഴത്തെ വയസ്സ് എന്ന് പറയുന്നത് 15 വയസ്സാണ്. 15 വയസ്സ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ ഫോർമുല അപ്ലൈ ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. ഫോർമുല നിങ്ങൾക്ക് കറക്റ്റായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഗോപൻ്റെ ഇപ്പോഴത്തെ വയസ്സ് ഗോപൻ്റെ ആദ്യ റേഷ്യോ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ഗോപൻ്റെ ആദ്യ റേഷ്യോ ഇൻറ്റു വർഷം നമ്മൾക്ക് 15 എന്ന് തന്നിട്ടുണ്ട്, 15 ആണ്. പിന്നെ പുതിയ റേഷ്യോയുടെ വ്യത്യാസം എന്ന് പറയുന്നത് 7 - 2 ആണ്. പിന്നെ ഹോൾ ഡിവൈഡഡ് ബൈ രണ്ട് റേഷ്യോകളും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത വ്യത്യാസം. രണ്ട് റേഷ്യോകളും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 ഇൻറ്റു 2 മൈനസ് 7 ഇൻറ്റു 1 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾക്ക് അത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുമ്പോൾ 1 ഇൻറ്റു 15 ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 5 ഇസ് ഈക്വൽ ടു 15 എന്ന് കിട്ടും. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഈ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാം വയസ്സ് അന്നും ഇന്നും എന്നുള്ള മോഡലിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇപ്പോൾ രാധികയ്ക്ക് 30ഉം ഗോപികയ്ക്ക് 18ഉം വയസ്സുണ്ട്. എത്ര വർഷം കഴിഞ്ഞാലാണ് അവരുടെ വയസ്സുകളുടെ തുക 60 ആകുന്നത്? ഇത് നമ്മൾക്ക് മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ രാധികയ്ക്ക് 30 വയസ്സ്, ഗോപികയ്ക്ക് 18 വയസ്സ്. അപ്പോൾ 2 വയസ്സും കൂടെ ഇപ്പോൾ കൂട്ടിയാൽ എത്ര കിട്ടും? 30ഉം 18ഉം കൂടെ കൂട്ടി നമ്മൾക്ക് 48 എന്ന് കിട്ടും. എത്ര വർഷം കഴിഞ്ഞാലാണ് അവരുടെ വയസ്സുകളുടെ തുക 60 ആകുന്നത്? അപ്പോൾ 48-ൽ നിന്നും 60 ആകണമെങ്കിൽ 12 വയസ്സ് കൂടെ കൂട്ടണം. പക്ഷേ 2 പേരുടെയും കൂടെ വയസ്സാണല്ലോ. അപ്പോൾ 12 വയസ്സ് ഒരാൾക്കാകണ്ട, ഒരാൾക്ക് 6 വയസ്സ് ആയാൽ മതി. 2 പേർക്കും കൂടി 12 വയസ്സാകണം. അപ്പോൾ ഒരാൾക്ക് 6 വയസ്സ് മതി. അപ്പോൾ 6 വർഷം കഴിഞ്ഞ് ആകും. അവരുടെ വയസ്സുകളുടെ തുക 60 ആകുന്നത് 6 വർഷം കഴിഞ്ഞാണ്. മനസ്സിലായല്ലോ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
രാജുവിൻ്റെ വയസ്സ് അവൻ്റെ മകൻ്റെ വയസ്സിൻ്റെ ഇരട്ടിയാണ്. 20 വർഷം മുൻപ് രാജുവിൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ 12 ഇരട്ടിയാണ്. എങ്കിൽ മകൻ്റെ ഇപ്പോഴത്തെ വയസ്സെത്ര? മകൻ്റെ വയസ്സാണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. അത് പ്രത്യേകം ശ്രദ്ധിച്ച് മനസ്സിൽ വയ്ക്കുക. രാജുവിൻ്റെ വയസ്സ് അവൻ്റെ മകൻ്റെ വയസ്സിൻ്റെ ഇരട്ടിയാണ്. ഇപ്പോൾ രാജുവിൻ്റെ വയസ്സും മകൻ്റെ വയസ്സും എടുക്കുകയാണെങ്കിൽ രാജുവിന് നമ്മൾക്ക് 2x എന്ന് കൊടുക്കാം, മകന് നമ്മൾക്ക് x എന്നും കൊടുക്കാം. 2xഉം xുമാണ് രാജുവിൻ്റെയും മകൻ്റെയും വയസ്സ് എന്നെടുക്കാം. 20 വർഷം മുൻപ് രാജുവിൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ 12 ഇരട്ടിയാണ്. 20 വർഷം മുൻപെന്ന് പറയുമ്പോൾ നമ്മൾ 20 വർഷം കുറയ്ക്കണമല്ലോ. അപ്പോൾ രാജുവിൻ്റെ ഇപ്പോഴത്തെ വയസ്സ് 2x ആയിരുന്നു. 2x മൈനസ് 20. അപ്പോൾ 20 വർഷം മുൻപുള്ള രാജുവിൻ്റെ വയസ്സ് കിട്ടി. അപ്പോൾ 20 വർഷം മുൻപുള്ള മകൻ്റെ വയസ്സെന്ന് പറയുന്നത് x മൈനസ് 20 ആയിരിക്കും. അപ്പോൾ 20 വർഷം മുൻപ് രാജുവിൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ 12 ഇരട്ടി എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 2x മൈനസ് 20 രാജുവിനായിരുന്നപ്പോൾ മകൻ്റെ വയസ്സിൻ്റെ 12 ഇരട്ടിയായിരുന്നു. മകൻ്റെ വയസ്സ് 20 വർഷം മുൻപ് x മൈനസ് 20 ആയിരുന്നല്ലോ, അതിൻ്റെ 12 ഇരട്ടിയായിരുന്നു. അപ്പോൾ 20 വർഷം മുൻപ് രാജുവിൻ്റെ വയസ്സ് 2x മൈനസ് 20 ആയിരുന്നു. ആ രാജുവിൻ്റെ വയസ്സെന്ന് പറയുന്നത് 20 വർഷം മുൻപുള്ള മകൻ്റെ വയസ്സുണ്ടല്ലോ x മൈനസ് 20, അതേ ഇൻറ്റു 12 ആയിരുന്നു, 12 ഇരട്ടി ആയിരുന്നു. അപ്പോൾ 2x മൈനസ് 20 എന്ന് പറഞ്ഞാൽ അപ്പോൾ രാജുവിൻ്റെ വയസ്സാണ് 2x മൈനസ് 20 ഈസ് ഈക്വൽ ടു 12 ഇൻറ്റു x മൈനസ് 20 എന്ന് കിട്ടും. 20 വർഷം മുൻപുള്ള രാജുവിൻ്റെ വയസ്സാണത്. 12 ഇൻറ്റു x മൈനസ് 20. അപ്പോൾ 2x മൈനസ് 20 എന്ന് പറഞ്ഞാൽ 12 ഇൻറ്റു x മൈനസ് 20 നമ്മൾ ഇലാബറേറ്റ് ചെയ്യുമ്പോൾ 12x മൈനസ് 240 എന്ന് കിട്ടും. പിന്നെ x എല്ലാം ഒരു സൈഡിൽ കൊണ്ടുവരാം. അപ്പോൾ 12x മൈനസ് 2x ഇസ് ഈക്വൽ ടു 240 മൈനസ് 20 എന്ന് കിട്ടും നമ്മൾക്ക്. അല്ലെങ്കിൽ 240 മൈനസ് 20 ലെഫ്റ്റ് സൈഡിൽ എടുക്കുകയാണെങ്കിൽ 12x മൈനസ് 2x റൈറ്റ് സൈഡിൽ എടുക്കും. സൈഡ് മാറിക്കൊണ്ടുവരുമ്പോൾ ചിഹ്നവും മാറും. അപ്പോൾ 12x മൈനസ് 2x എന്ന് പറഞ്ഞാൽ 10x ആണ്. അപ്പോൾ 10x എന്ന് പറഞ്ഞാൽ 240 മൈനസ് 20 നമ്മൾക്ക് 220 എന്ന് കിട്ടും. അപ്പോൾ 10x 220 ആണെങ്കിൽ x 220 ഡിവൈഡഡ് ബൈ 10 22 ആയിരിക്കും. അപ്പോൾ മകൻ്റെ വയസ്സാണ് ചോദിച്ചിരിക്കുന്നത്, x ആണ് കണ്ടുപിടിച്ചത്, x ആണ് മകൻ്റെ വയസ്സ്. x എന്ന് പറഞ്ഞാൽ 22 ആയിരുന്നു. അപ്പോൾ മകൻ്റെ വയസ്സെന്ന് പറഞ്ഞാൽ 22 ആണ്. മനസ്സിലായി കാണും എന്ന് കരുതുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, പിയുടെയും ക്യൂവിൻ്റെയും ഇപ്പോഴത്തെ വയസ്സുകളുടെ അനുപാതം 5:8 ആണ്. ഈ അനുപാതം തന്നാൽ ഓർത്തോളണം, ഞാൻ പറഞ്ഞ ഫോർമുല അപ്ലൈ ചെയ്യണം. ആദ്യ റേഷ്യോയും വർഷവും പുതിയ റേഷ്യോയുടെ വ്യത്യാസവും 2 റേഷ്യോകളും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത വ്യത്യാസവും എടുത്ത് ചെയ്യുന്ന ആ ഫോർമുല ഓർത്തോളണം, റേഷ്യോ തന്ന് വരുന്ന ഈ കണക്കിലെല്ലാം. പിയുടെയും ക്യൂവിൻ്റെയും ഇപ്പോഴത്തെ വയസ്സുകളുടെ അനുപാതം 5:8 ആണ്. 4 വർഷം കഴിഞ്ഞ് അവരുടെ വയസ്സുകളുടെ അനുപാതം 2:3 2:3 ആണ്. എങ്കിൽ ക്യൂവിൻ്റെ ഇപ്പോഴത്തെ വയസ്സെത്ര? അപ്പോൾ നമ്മൾക്ക് ഫോർമുലയിൽ തന്നെ ഇത് അപ്ലൈ ചെയ്യാം. ഇപ്പോഴത്തെ അനുപാതം 5:8, 4 വർഷം കഴിഞ്ഞുള്ള അനുപാതം 2:3. അപ്പോൾ ക്യൂവിൻ്റെ ഇപ്പോഴത്തെ വയസ്സാണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. ക്യൂവിൻ്റെ ഇപ്പോഴത്തെ വയസ്സെന്ന് പറഞ്ഞാൽ ക്യൂവിൻ്റെ ആദ്യ റേഷ്യോ, ആരുടെ വയസ്സാണോ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അയാളുടെ ആദ്യ റേഷ്യോ വേണം എടുക്കാൻ. ക്യൂവിൻ്റെ വയസ്സ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ക്യൂവിൻ്റെ ആദ്യ റേഷ്യോ എന്ന് പറയുന്നത് 5:8 8 ആണ് ക്യൂവിൻ്റെ ആദ്യ റേഷ്യോ. ക്യൂവിൻ്റെ ആദ്യ റേഷ്യോ 8 ഇൻറ്റു വർഷം എത്രയാണ് 4. അപ്പോൾ 8 ഇൻറ്റു 4. പിന്നെ പുതിയ റേഷ്യോയുടെ വ്യത്യാസം, പുതിയ റേഷ്യോ 2:3 ആയിരുന്നു. അതിൻ്റെ വ്യത്യാസം 3 - 2 ആണല്ലോ, 1 ആണ് അതിൻ്റെ വ്യത്യാസം. ഹോൾ ഡിവൈഡഡ് ബൈ 2 റേഷ്യോകളും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത വ്യത്യാസം. 5:8ഉം 2:3യും കൂടെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5 ഇൻറ്റു 3, അത് ഇങ്ങനെ എഴുതി ചെയ്താൽ മതി. 5:8 ആദ്യം എഴുതണം, അതിന് താഴെ 2:3 എഴുതണം, പിന്നെ അതിങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 5 ഇൻറ്റു 3 2 ഇൻറ്റു 8 എന്ന് കിട്ടും. പിയുടെ 5ഉം ക്യൂവിൻ്റെ 3യും പിയുടെ 2ഉം ക്യൂവിൻ്റെ 3യും അങ്ങനെയാണ് ക്യൂവിൻ്റെ 8ഉം
അങ്ങനെയാണ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. പിയുടെ 5ഉം ക്യൂവിൻ്റെ 3യും ആദ്യം ചെയ്യും. 5 × 3. പിന്നെ ക്യൂവിൻ്റെ 2വും പിയുടെ 2വും ക്യൂവിൻ്റെ 8ഉം 2 × 8 ചെയ്യും. അതിൻ്റെ ഡിഫറൻസാണ് എടുക്കേണ്ടത്. അപ്പോൾ എങ്ങനെ കിട്ടും? 8 × 4 × 3 - 2 ഡിവൈഡഡ് ബൈ 5 × 3 - 8 × 2 എന്ന് കിട്ടും. അപ്പോൾ 8 × 4 × 3 - 2 എത്രയാണ്? 1 ഡിവൈഡഡ് ബൈ 5 × 3 എത്രയാണ്? 15. 8 × 2 എത്രയാണ്? 16. 15ഉം 16ഉം ഉള്ള ഡിഫറൻസ് എത്രയാണ്? 1. അപ്പോൾ ഡിവൈഡഡ് ബൈ 1. അപ്പോൾ നമ്മൾക്ക് ആൻസർ എത്ര കിട്ടും? 8 × 4 എന്ന് കിട്ടും. 32. 32 നമ്മളുടെ ആൻസർ. അപ്പോൾ ക്യൂവിൻ്റെ വയസ്സ് എത്രയാണ്? 32 ആണ് ക്യൂവിൻ്റെ വയസ്സ്. ഈ ഫോർമുല നല്ല കറക്റ്റായി മനസ്സിലാക്കി വയ്ക്കുക. എങ്കിൽ ഇതുപോലെ വരുന്ന എല്ലാ കണക്കുകളും ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എക്ക് ബിയുടെ ഇരട്ടി വയസ്സുണ്ട്. എക്ക് ബിയുടെ ഇരട്ടി വയസ്സുണ്ട്. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. 12 വർഷം മുൻപ് എക്ക് ബിയുടെ 5 ഇരട്ടി വയസ്സുണ്ട്. എങ്കിൽ എയുടെ ഇപ്പോഴത്തെ വയസ്സെത്ര? എക്ക് ബിയുടെ ഇരട്ടി വയസ്സുണ്ട്. 12 വർഷം മുൻപ് എക്ക് ബിയുടെ 5 ഇരട്ടി വയസ്സുണ്ട്. എങ്കിൽ എയുടെ ഇപ്പോഴത്തെ വയസ്സെത്ര? അപ്പോൾ നമ്മൾക്ക് ആദ്യം എക്ക് ബിയുടെ ഇരട്ടി വയസ്സുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ആദ്യം എടുക്കാം ബി എക്സ് എന്നെടുത്താൽ എ 2x ആണ്. മനസ്സിലായല്ലോ? എക്ക് ബിയുടെ ഇരട്ടിയാണല്ലോ. അപ്പോൾ എ 2x ആണെങ്കിൽ ബി എക്സ് ആണ്. 12 വർഷം മുൻപുള്ള വയസ്സ് നമ്മൾ എടുക്കുകയാണെങ്കിൽ എക്ക് 2x - 12ഉം ബിക്ക് x - 12ഉം കിട്ടും. ആ സമയത്ത് എത്രയായിരുന്നു? എയുടെയും ബിയുടെയും എക്കും ബിക്കും തമ്മിലുള്ള അനുപാതം എത്രയായിരുന്നു? 5 ഇരട്ടിയായിരുന്നു. എക്ക് ബിയുടെ 5 ഇരട്ടി വയസ്സായിരുന്നു 12 വർഷം മുൻപ്. അപ്പോൾ നമ്മൾക്ക് ബി x - 12നെ 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എയുടെ വയസ്സും ഇതും തുല്യമായിരിക്കും. അപ്പോൾ 2x - 12ഉം 5 × x - 12ഉം ഈക്വലാണ്. 2x - 12 = 5 × x - 12 എന്ന് കിട്ടും. 2x - 12 എന്ന് പറഞ്ഞാൽ 5x - 60 എന്ന് കിട്ടും. ഈ 5x - 12നെ ഇലാബറേറ്റ് ചെയ്യുമ്പോൾ 5x - 60 എന്ന് കിട്ടും. ഇതിൽ എക്സിൻ്റെ വാല്യൂ എല്ലാം ഒരു സൈഡിലും ന്യൂമറിക്കൽ വാല്യൂസ് എല്ലാം മറ്റു സൈഡിലും കൊണ്ടുപോകുമ്പോൾ -12 + 60 = 5x - 2x എന്ന് കിട്ടും. 5x - 2x എത്രയാണ്? 3x ആണ്. അപ്പോൾ 3x എന്ന് പറഞ്ഞാൽ 48. 60 - 12 എത്ര? 48 എന്ന് കിട്ടും. അപ്പോൾ എക്സ് എത്രയാണ്? 48 ഡിവൈഡഡ് ബൈ 3 നമ്മൾക്ക് 16 എന്ന് കിട്ടും. എക്സ് 16 എന്ന് കിട്ടും. നമ്മൾക്ക് ചോദിച്ചിരിക്കുന്നത് എങ്കിൽ എയുടെ ഇപ്പോഴത്തെ വയസ്സെത്ര എന്നാണ്. നമ്മൾക്കറിയാം എക്സ് ബിയുടെ വയസ്സാണ്. അതാണ് നമ്മൾക്ക് 16 എന്ന് കിട്ടിയത്. ക്വസ്റ്റ്യൻ കറക്റ്റായി ശ്രദ്ധിക്കണം എന്ന് ഞാൻ പറഞ്ഞത് ഇതുകൊണ്ടാണ്. എക്സ് കിട്ടി, അതാണ് ആൻസർ എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ബിയുടെ വയസ്സാണ് കിട്ടിയത്, എക്സ് 16 എന്ന്. ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് എയുടെ ഇപ്പോഴത്തെ വയസ്സെത്ര എന്നാണ്. എയുടെ വയസ്സെന്ന് പറഞ്ഞാൽ ഇപ്പോൾ 2x ആണ്. അപ്പോൾ 16 × 2 32 ആണ് നമ്മളുടെ ആൻസർ. നമ്മൾക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരച്ഛൻ്റെയും മകൻ്റെയും വയസ്സ് കൂട്ടിയാൽ 56 കിട്ടും. ഒരച്ഛൻ്റെയും മകൻ്റെയും വയസ്സ് കൂട്ടിയാൽ 56 കിട്ടും. 4 വർഷം കഴിഞ്ഞ് അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ 3 ഇരട്ടിയാണ് 4 വർഷം കഴിയുമ്പോൾ. എങ്കിൽ മകൻ്റെ വയസ്സ് എത്ര എന്നതാണ് ക്വസ്റ്റ്യൻ. ഒന്നുകൂടെ വായിക്കാം. ഒരച്ഛൻ്റെയും മകൻ്റെയും വയസ്സ് കൂട്ടിയാൽ 56 എന്ന് കിട്ടും. 4 വർഷം കഴിഞ്ഞ് അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ 3 ഇരട്ടിയാണ്. എങ്കിൽ മകൻ്റെ വയസ്സ് എത്ര? മകൻ്റെ വയസ്സാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾക്കിവിടെ മകൻ്റെ വയസ്സ് നമ്മൾക്ക് എക്സ് എന്നെടുക്കാം.
അപ്പോൾ അച്ഛൻ്റെ വയസ്സ് എത്രയാണ്? അച്ഛൻ്റെയും മകൻ്റെയും കൂടെ വയസ്സാണല്ലോ 56 എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മകൻ്റെ വയസ്സ് നമ്മൾ എക്സ് എന്ന് എടുക്കുകയാണെങ്കിൽ അച്ഛൻ്റെ വയസ്സ് 56 മൈനസ് എക്സ് ആയിരിക്കുമല്ലോ. രണ്ടും കൂടെ കൂട്ടിയാലല്ലേ 56 ആകുള്ളൂ. അതുകൊണ്ട് അച്ഛൻ്റെ വയസ്സ് 56 മൈനസ് എക്സ് ആയിരിക്കും. അപ്പോൾ 4 വർഷം കഴിഞ്ഞാണെങ്കിൽ എത്രയായിരിക്കും? 56 മൈനസ് എക്സിൻ്റെ കൂടെ +4, ഒരു 4 കൂട്ടണം. എക്സിൻ്റെ കൂടെയും ഒരു +4 ഇടണം, 4 ആഡ് ചെയ്യണം. അതാണ് 4 വർഷം കഴിഞ്ഞുള്ളത്. അച്ഛൻ്റെ വയസ്സ് 56 മൈനസ് എക്സ് +4, മോൻ്റെ വയസ്സ് എക്സ് +4 എന്ന് കിട്ടും. അപ്പോൾ 56 മൈനസ് എക്സ് +4 എന്ന് പറഞ്ഞാൽ ഇതിൽ അടുത്ത ക്ലോസ് ആയിട്ട് നമ്മൾക്ക് തന്നിരിക്കുന്നത് 4 വർഷം കഴിഞ്ഞ് അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ 3 ഇരട്ടിയാണ്. മകൻ്റെ വയസ്സ് എക്സ് +4 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ 3 ഇരട്ടി 3 × x+4 ആണ് 4 വർഷം കഴിഞ്ഞ് അച്ഛൻ്റെ വയസ്സ്. അപ്പോൾ 56 മൈനസ് എക്സ് +4 എന്ന അച്ഛൻ്റെ വയസ്സ് = 3 × x+4 എന്ന് കിട്ടും. അത് ഇലാബറേറ്റ് ചെയ്യുമ്പോൾ 56 മൈനസ് എക്സ് +4 = 3x + 12 എന്ന് കിട്ടും. 56 + 4 - 12 നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾക്കിനി എക്സ് ഉള്ളതെല്ലാം ഒരേ സ്ഥലത്ത് കൊണ്ടുപോകണം. ന്യൂമറിക്കൽ വാല്യൂസ് എല്ലാം ഒരേ സൈഡിൽ കൊണ്ടുപോകണം. അപ്പോൾ 56 + 4 - 12 = 3x + x എന്ന് കിട്ടും. അപ്പോൾ 4x എന്ന് പറഞ്ഞാൽ 48 എന്ന് കിട്ടും. 48 കിട്ടിയത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. 56 + 4 നമ്മൾക്ക് 60 കിട്ടും. 60ൽ നിന്ന് 12 കുറയ്ക്കുമ്പോൾ 48 കിട്ടും. ഇതിൽ നിന്ന് എക്സ് എന്ന് പറഞ്ഞാൽ 48/4 എത്രയാണ്? 12 എന്ന് കിട്ടും. അപ്പോൾ മകൻ്റെ വയസ്സാണ് ചോദിച്ചിരിക്കുന്നത്. മകൻ്റെ വയസ്സ് എക്സ് ആണ്. ആ എക്സ് നമ്മൾക്ക് 12 എന്ന് കിട്ടി. അപ്പോൾ മകൻ്റെ വയസ്സ് 12. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരച്ഛൻ്റെയും മകൻ്റെയും വയസ്സിൻ്റെ ഗുണനഫലം 900 ആണ്. ഞാൻ ഈ മോഡലുള്ള വരാനുള്ള എല്ലാ ക്വസ്റ്റ്യൻസും എല്ലാ രീതിയിലുള്ള ക്വസ്റ്റ്യൻസും കവർ ചെയ്യുകയാണ്. ഞാനിവിടെ ഒരു 11 ക്വസ്റ്റ്യൻസ് കവർ ചെയ്യും. ഈ 11 ക്വസ്റ്റ്യൻസും നിങ്ങൾ മനസ്സിലാക്കിയാൽ ഇതിൽ നിന്ന് വരുന്ന ഏത് ക്വസ്റ്റ്യനും നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ ചെയ്യാൻ പറ്റും. വേറെ ഒന്നും നിങ്ങൾ പ്രത്യേകിച്ച് ഈ ടോപ്പിക്കിൽ നിന്ന് പഠിക്കേണ്ട കാര്യമില്ല. ഒരച്ഛൻ്റെയും മകൻ്റെയും വയസ്സിൻ്റെ ഗുണനഫലം 900 ആണ്, 900 ആണ്. അവരുടെ ഇപ്പോഴത്തെ വയസ്സുകളുടെ അനുപാതം 25:9 ആണ്. എങ്കിൽ അച്ഛൻ്റെ ഇപ്പോഴത്തെ വയസ്സെത്ര? അച്ഛൻ്റെ വയസ്സാണ് ചോദിച്ചിരിക്കുന്നത്. അച്ഛൻ്റെ ഇപ്പോഴത്തെ വയസ്സ്. ഒരച്ഛൻ്റെയും മകൻ്റെയും വയസ്സിൻ്റെ ഗുണനഫലം 900 ആണ്. അപ്പോൾ അവരുടെ ഇപ്പോഴത്തെ വയസ്സുകളുടെ അനുപാതം 25:9 ആണ്. അപ്പോൾ ഇപ്പോഴത്തെ വയസ്സിൻ്റെ അനുപാതം തന്നിട്ടുണ്ട്, ഇപ്പോഴത്തെ വയസ്സിൻ്റെ ഗുണനഫലവും തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് എഴുതാം, അച്ഛൻ്റെ ഇപ്പോഴത്തെ വയസ്സും മോൻ്റെ വയസ്സും തമ്മിലുള്ളത് 25:9 ആയ കാരണം അച്ഛൻ്റെ ഇപ്പോഴത്തെ വയസ്സ് 25x മകൻ്റെ ഇപ്പോഴത്തെ വയസ്സ് 9x എന്ന് നമ്മൾക്ക് എടുക്കാം. അപ്പോൾ 25x × 9x ഇപ്പോഴത്തെ വയസ്സിൻ്റെ ഗുണനഫലമാണ് 900 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 25x × 9x എന്ന് പറയുന്നത് 900 ആണ്. അപ്പോൾ 25x × 9x എത്രയാണ് വരുന്നത്? 225x² എന്ന് വരും. 25 × 9 x² വരുമ്പോൾ 225x² എന്ന് കിട്ടും. = 900. അപ്പോൾ അതിൽ നിന്ന് x² എടുക്കാൻ 900 / 225 നമ്മൾക്ക് 4 എന്ന് കിട്ടും. x² 4 ആണെങ്കിൽ x√4 ആണ്. അത് നമ്മൾക്ക് 2 എന്ന് കിട്ടും. അപ്പോൾ അച്ഛൻ്റെ ഇപ്പോഴത്തെ വയസ്സ് കണ്ടുപിടിക്കാൻ x ആണ് നമ്മൾക്ക് കിട്ടിയത് 2 എന്ന്. അപ്പോൾ അച്ഛൻ്റെ ഇപ്പോഴത്തെ വയസ്സ് കണ്ടുപിടിക്കാൻ 25 × x ആണ്. 25 × 2 എന്ന് കിട്ടും. 25 × 2 എത്രയാണ്? 50 വയസ്സ്. അപ്പോൾ അച്ഛൻ്റെ ഇപ്പോഴത്തെ വയസ്സ് എന്ന് പറയുന്നത് 50 ആണ്. മനസ്സിലായല്ലോ? മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. രാഹുലിന് 30 വയസ്സുള്ളപ്പോൾ രാജീവ് ജനിച്ചു. രാജീവിന് 8 വയസ്സുള്ളപ്പോൾ സുമേഷ് ജനിച്ചു. സുമേഷിന് ഇപ്പോൾ 13 വയസ്സുണ്ടെങ്കിൽ രാഹുലിൻ്റെ വയസ്സെത്ര?
ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഇതിന് പ്രത്യേക ഫോർമുല ഒന്നും വേണ്ട. നമ്മൾക്ക് മനസ്സിൽ ഒരു ഐഡിയ ഇട്ട് എഴുതി കണ്ടുപിടിച്ചാൽ മാത്രം മതി. രാഹുലിന് 30 വയസ്സുള്ളപ്പോൾ രാജീവ് ജനിച്ചു. അപ്പോൾ ഏറ്റവും മൂത്തത് രാഹുലാണല്ലോ, രണ്ടാമത് രാജീവ്. രാജീവിന് 8 വയസ്സുള്ളപ്പോൾ സുമേഷ് ജനിച്ചു. അപ്പോൾ രാജീവിനേക്കാളും ഇളയതാണല്ലോ സുമേഷ്. സുമേഷിന് ഇപ്പോൾ 13 വയസ്സുണ്ടെങ്കിൽ രാഹുലിൻ്റെ വയസ്സെത്ര? അപ്പോൾ നമ്മൾക്ക് ചെറുതിൽ നിന്ന് വലുതിലോട്ട് എടുക്കുകയാണെങ്കിൽ സുമേഷ്, രാജീവ്, രാഹുൽ അങ്ങനെയാണ് വയസ്സ് പോകുന്നത്. സുമേഷിന് ഇപ്പോൾ 13 വയസ്സുണ്ട്. അപ്പോൾ രാജീവിൻ്റെ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട് 8 വയസ്സുള്ളപ്പോഴാണ് സുമേഷ് ജനിച്ചതെന്ന്. അപ്പോൾ രാജീവിന് 8 വയസ്സ് കൂടുതലുണ്ടെന്നറിയാമല്ലോ സുമേഷിനേക്കാളും. അപ്പോൾ രാജീവിൻ്റെ ഇപ്പോഴത്തെ വയസ്സെന്ന് പറഞ്ഞാൽ 13 + 8 എത്ര കിട്ടും? 21 വയസ്സെന്ന് കിട്ടും. പിന്നെ രാഹുലിൻ്റെയും രാജീവിൻ്റെയും കാര്യം പറഞ്ഞിട്ടുണ്ട്. രാഹുലിന് 30 വയസ്സുള്ളപ്പോഴാണ് രാജീവ് ജനിച്ചതെന്ന്. അപ്പോൾ നമ്മൾക്ക് രാഹുലിൻ്റെ വയസ്സ് എങ്ങനെ കണ്ടുപിടിക്കാം? രാജീവിന് ഇപ്പോൾ 21 വയസ്സുണ്ട്. 30 വയസ്സുള്ളപ്പോഴാണ് രാജീവ് ജനിച്ചതെങ്കിൽ 30 + 21 51 വയസ്സാണ് രാഹുലിൻ്റെ ഇപ്പോഴത്തെ വയസ്സ്. രാഹുലിൻ്റെ വയസ്സ് എത്രയാണ്? 51. മനസ്സിലായല്ലോ? മനസ്സിലായില്ലെങ്കിൽ ഈ വീഡിയോ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് കേട്ടാൽ മതി. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. രാജുവിന് രാധയേക്കാൾ 5 വയസ്സ് കൂടുതലുണ്ട്. രാധയ്ക്ക് ലീലയുടെ 4 ഇരട്ടി പ്രായമുണ്ട്. 2 വർഷം കഴിഞ്ഞാൽ ലീലയ്ക്ക് 10 വയസ്സാകും. എങ്കിൽ രാജുവിൻ്റെ വയസ്സെത്ര? നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചതുപോലെ തന്നെയാണ്. രാജുവിന് രാധയേക്കാൾ 5 വയസ്സ് കൂടുതലുണ്ട്. ഇവിടെ രാജുവാണ് മൂത്തത്. 5 വയസ്സിന് രാധയേക്കാൾ മൂത്തതാണ്. രാധയ്ക്ക് ലീലയുടെ 4 ഇരട്ടി പ്രായമുണ്ട്. രാധയും ലീലയും എടുക്കുകയാണെങ്കിൽ രാധയാണ് മൂത്തത്, 4 ഇരട്ടി പ്രായമുണ്ട്. 2 വർഷം കഴിഞ്ഞാൽ ലീലയ്ക്ക് 10 വയസ്സാകും. ഇവിടെ ഏറ്റവും ഇളയത് ലീലയാണെന്നറിയാമല്ലോ. ലീലയ്ക്ക് 2 വർഷം കഴിഞ്ഞാൽ 10 വയസ്സാകും. അപ്പോൾ ഇപ്പോൾ എത്രയാണ് ലീലയുടെ വയസ്സ്? 8 വയസ്സാണല്ലോ. എങ്കിൽ രാജുവിൻ്റെ വയസ്സ് എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ലീലയുടെ ഇപ്പോഴത്തെ വയസ്സ് ആദ്യം കണ്ടുപിടിക്കണം. 8 വയസ്സാണ്. 2 വർഷം കഴിഞ്ഞല്ലേ 10 ആവുകയുള്ളൂ. അപ്പോൾ ഇപ്പോൾ 8 വയസ്സുണ്ട്. രാധയുടെ വയസ്സെന്ന് പറയുന്നത് 4 ഇരട്ടിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് ലീലയുടെ. അപ്പോൾ 4 × 8 32 വയസ്സാണ് രാധയുടെ വയസ്സ്. രാജുവിൻ്റെ വയസ്സെന്ന് പറയുന്നത് രാധയേക്കാളും 5 വയസ്സ് കൂടുതലാണല്ലോ. അപ്പോൾ 32 + 5 37 വയസ്സ്. അപ്പോൾ രാജുവിൻ്റെ വയസ്സ് കണ്ടുപിടിച്ചത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. 37 വയസ്സെന്ന് കിട്ടിയത്. നമ്മൾക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കഴിഞ്ഞ വർഷം ഗോപികയുടെ വയസ്സ് ഒരു സംഖ്യയുടെ വർഗ്ഗമായിരുന്നു. കഴിഞ്ഞ വർഷം ഗോപികയുടെ വയസ്സ് ഒരു സംഖ്യയുടെ വർഗ്ഗമായിരുന്നു. എന്നാൽ അടുത്ത വർഷം ഗോപികയുടെ വയസ്സ് ഒരു സംഖ്യയുടെ ക്യൂബാണ്. എങ്കിൽ ഗോപികയുടെ വയസ്സെത്ര? അപ്പോൾ ഇവിടെ ഗോപികയുടെ വയസ്സാണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. അതിന് ഗോപികയുടെ വയസ്സ് കഴിഞ്ഞ വർഷം ഒരു സംഖ്യയുടെ വർഗ്ഗമായിരുന്നു, അടുത്ത വർഷം ഒരു സംഖ്യയുടെ ക്യൂബാണ്. എങ്കിൽ ഗോപികയുടെ വയസ്സെത്ര? ഇത് നമ്മൾക്ക് കണ്ടുപിടിക്കാൻ തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്ന് മാത്രമേ നമ്മൾക്കിത് കണ്ടുപിടിക്കാൻ പറ്റുകയുള്ളൂ. ഇവിടെ നമ്മൾക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. 7, 50, 63, 26. ഇതിൽ നമ്മൾ നോക്കണം കഴിഞ്ഞ വർഷം, ഒരു വർഷം മുൻപ് കഴിഞ്ഞ വർഷം ഒരു സംഖ്യയുടെ വർഗ്ഗം എന്ന് പറഞ്ഞാൽ സ്ക്വയറാണ് വർഗ്ഗമായിരുന്നത് ഏത് എന്നും അടുത്ത വർഷം ക്യൂബ് ആകുന്നത് ഏത് ആണ് എന്നും കണ്ടുപിടിക്കണം. അപ്പോൾ 7 അല്ല എന്ന് പറഞ്ഞാൽ 6 ഒരു സ്ക്വയറാണോ? അല്ല. 8 എന്ന് പറഞ്ഞൊരു വർഗ്ഗം ഒരു ക്യൂബാണോ? അല്ല. 50 അതുപോലെ അല്ല. 63 അതുപോലെ അല്ല. 26 ആണെങ്കിൽ കഴിഞ്ഞ വർഷം 25 ആയിരുന്നു, അത് 5ൻ്റെ സ്ക്വയറാണ്. അടുത്ത വർഷം 27 ആകും, അത് 3ൻ്റെ ക്യൂബാണ്. അപ്പോൾ ഗോപികയുടെ വയസ്സ് നമ്മൾ എക്സ് എന്ന് എടുക്കുകയാണെങ്കിൽ ഗോപികയ്ക്ക് ഈ ഓപ്ഷൻ നമ്മൾ 26 എന്ന് എടുക്കുകയാണ്. 26 എന്നുള്ള ഓപ്ഷൻ നമ്മൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ x-1 എന്ന് പറയുന്നത് 26 - 1 25 ആയിരിക്കും. അത് 5ൻ്റെ സ്ക്വയറാണ്. അടുത്ത വർഷം ഗോപികയുടെ വയസ്സ് നമ്മൾ x+1 എന്ന് എടുക്കുകയാണെങ്കിൽ 26 + 1 27 ആയിരിക്കും. അപ്പോൾ 3 ക്യൂബായിരിക്കും. അതിനാൽ ഗോപികയുടെ വയസ്സെന്ന് പറയുന്നത് 26.
ആണ് ഗോപികയുടെ വയസ്സ്. ഗോപികയുടെ വയസ്സ് 26 ആണ് ഗോപികയുടെ വയസ്സ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എൻ്റെ ഇപ്പോൾ ഞാൻ 11 ക്വസ്റ്റ്യൻസ് ഈ ടോപ്പിക്കിൽ നിന്നും കവർ ചെയ്തു. വയസ്സ്, അന്നും ഇന്നും. ഈ വയസ്സുമായിട്ട് ബന്ധപ്പെട്ട ഏത് ക്വസ്റ്റ്യൻസും നിങ്ങളിത് നല്ലതുപോലെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. റിപ്പീറ്റ് ചെയ്ത് പഠിച്ച് മനസ്സിലാക്കി തറവാക്കി വയ്ക്കുക. ഇതുപോലെ ഓരോ ടോപ്പിക്കും ഞാൻ ഓരോ ദിവസം എടുത്ത് വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് നല്ല ഉപയോഗപ്പെടുന്നതാണ്. മാത്സിന് ഫുൾ മാർക്കും വാങ്ങാൻ പറ്റും എൻ്റെ വീഡിയോ കണ്ടാൽ. അതുകൊണ്ട് നല്ല രീതിയിൽ കാണുക. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു, പ്രയോജനപ്പെടും എന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യുക. പിന്നെ ഇത് റിപ്പീറ്റായി വാച്ച് ചെയ്ത് നല്ല രീതിയിൽ പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടുക. ഈ മാത്സ് പഠിക്കുമ്പോൾ ഒരു പേപ്പറും പെൻസിലും എടുത്ത് വെച്ച് വേണം, പെൻസിലോ പേന എന്തെങ്കിലും ഒന്ന് എടുത്ത് വെച്ചിട്ട് വേണം നിങ്ങൾ മാത്സ് പഠിക്കാനിരിക്കാൻ. എന്തെങ്കിലും നിങ്ങൾ തനിയെ ഇങ്ങനെ എഴുതി നോക്കണം. ഓരോന്നും ഞാനിങ്ങനെ എഴുതിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നെങ്കിലും നിങ്ങൾ എഴുതി നോക്കി അത് കറക്റ്റായി മനസ്സിലാക്കി പഠിക്കണം. താങ്ക് യു.